പീവരം ജോർജ് കുട്ടിയുടെ ബാക്ക് യാർഡിലെ ചെടികളാണ് ഈ കാണുന്നത്. പേര, മുല്ല, പനിക്കൂർക്ക, കരിയാപ്പും തൈ, ഇത് വെട്ടിയേമ്പ്, ഇത് ചേന ചട്ടിയിലാണ് വെച്ചേക്കുന്നത്. ഇത് മുരിങ്ങ, 5 മൂട് മുരിങ്ങയുണ്ട്. ഏകദേശം 100-150 മുരിങ്ങ ഒരു വർഷം പറിക്കും. ഇത് മുളകും തൈ, കാന്താരി, മിൻറ്റ്, ഈ പടർന്നു കിടക്കുന്നത് ലോക്കി. ഇത് മാതളനാരകത്തിലും കായ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു. മാതളനാരകത്തിലും കായ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കിളിക്കൂട്. എല്ലാ ദിവസവും രാവിലെ കിളിക്ക് വെളിയിലുള്ള കിളികൾ പറന്നു വന്ന് തീറ്റി തിന്നും. 10 മണി ചെടി. ഇത് കൊച്ചുള്ളി. ഇതെല്ലാം കാന്താരി തൈകളാണ്. വിവിധ തരം കാന്താരി തൈകൾ, കറുത്ത കാന്താരി, പച്ചക്കാന്താരി എല്ലാം. ഇത് അമ്പഴം പൂത്ത് നിൽക്കുക, പറിച്ച് ഞങ്ങൾ ഉപ്പിലിടും. ഇതെല്ലാം കാന്താരി തൈകളാണ്. ഇത് പ്രിസ്മൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട്സാണ്. നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ട്സാണ്. കായ ഉണ്ടായിട്ടുണ്ട്. ഇത് തുളസി. ഇത് വേൾഡിലേക്ക് എരിയുള്ള കാന്താരി തയ്യാണ്. ഭയങ്കര എരിയായി മുളകിന്. ഇത് പേരത്തയ്യ്, മുളകും തയ്യ്. ഇത് അത്തിയുടെ തൈ നട്ട് പിടിപ്പിക്കുക, കമ്പ് വെട്ടി കിളിപ്പിക്കുക. ഇത് വെണ്ട. ഇതും വെണ്ടയ്ക്ക പറിച്ച് തുടങ്ങി. ഇത് വലിയ ചട്ടി വെച്ചേക്കുന്ന കുറ്റിപ്പയറാണ്. ഈ പ്രാവശ്യം ഒരു 4-5 പ്രാവശ്യം കുറ്റിപ്പയർ പറിച്ചു. കുറ്റിപ്പയർ നിപ്പുണ്ടാവത്തേൽ കുറ്റിപ്പയർ പറിച്ചു. ഇത് കപ്പയാണ്. ഇത് വഴുതനത്തയ്യ്, പച്ചമുളക്. ഇത് പടരുന്ന പയർ, വള്ളിപ്പയർ. ഇതിന് ഈ പ്രാവശ്യം വേണ്ടുവോളം പറിച്ചു. ഇത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ഉണ്ടായിട്ടുണ്ട്. ധാരാളം ടൊമാറ്റോ ഈ വർഷം പറിച്ചു. ധാരാളം ടൊമാറ്റോ ഉണ്ട്. വിത്തേൽ പറിക്കാൻ ഇനിയും ഉണ്ട്. ടൊമാറ്റോ ആണ്. ഇത് ജ്യൂസി പെയർ. ഇതും ചേനകളാണ്. ചട്ടി വെച്ചേക്കുന്ന ചേന, വെട്ടിയേമ്പ്. ഇത് ചീരകൾ, ചുമന്ന പച്ച ചീരകൾ ധാരാളമുണ്ട്. ഇത് കോവയ്ക്ക ഉണ്ടായി കിടപ്പുണ്ട്. കോവത്തയ്യ് 2-3 കോവലുണ്ട്. കോവയ്ക്കായും ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇത് പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. പാവയ്ക്ക ഉണ്ടായി കിടപ്പുണ്ട്. വേറെ ചെറിയ പാവയ്ക്കൊക്കെ ധാരാളം നട്ടത് പന്തലയിലോട്ട് കയറിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ധാരാളമായിട്ടുണ്ടാകും. ഇതെല്ലാം പാവല്. ഇത് കുമ്പളങ്ങായ്. ഇത് വെള്ളരി. ഇതും പാവല്. ഇത് പാവലും പടവലവും കൂടെ ഉള്ളതാണ്. പടവലവും പടർന്നു വന്നിട്ടുണ്ട്. ഇത് ടൊമാറ്റോ. ഇതാ മുമ്പേ ഞാൻ പറഞ്ഞ ജ്യൂസി പെയർ. എല്ലാം നല്ല രീതിയിൽ ക്രമീകരിച്ച് വളർന്നു വരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് യാർഡാണിത്. ഉള്ള സ്ഥലത്ത് ഭംഗിയായ രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നു. ഞങ്ങളുടെ വീടാണ് പുറകിൽ കാണുന്നത്. ഇത് ഗ്യാരേജാണ്. 3 വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഗ്യാരേജുണ്ട്. 3 വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഗ്യാരേജുണ്ട്. ഞങ്ങളുടെ അയലത്തുള്ള വീടുകളാണ്, ബാക്ക് യാർഡിലുള്ള ഞങ്ങളുടെ അയലത്തുള്ള വീടുകളാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഞങ്ങളുടെ അയലത്തുള്ള വീടുകളാണ്. അവർ എന്നോട് വളരെ സഹകരണമാണ് എല്ലാവർക്കും. ഇത് എൻ്റെ ബാക്ക് യാർഡിൽ നിൽക്കുന്ന ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. നിറച്ച് പൂക്കൾ ഇപ്പോഴുണ്ട്. ബാക്ക് യാർഡിൽ നിൽക്കുക. അതിനോട് ചേർന്നാണ് അതിൻ്റെ ബാക്ക് യാർഡിൽ തന്നെ വീണ്ടും ഞാൻ
മൂന്ന് മൂട് കപ്പ നട്ടിട്ടുണ്ട്. വെണ്ടയുണ്ട്. വലിയ ചെമ്പരത്തിപ്പൂ, ഭയങ്കര പൂവ്, ഒത്തിരി വലിപ്പമുള്ള ചെമ്പരത്തിപ്പൂ, വലിയ വലിപ്പമുള്ള ചെമ്പരത്തിപ്പൂ. ഇതാണ് അത്തി. ഞാൻ നേരത്തെ കാണിച്ചതാ, എങ്കിലും ഒന്നുകൂടെ കാണിച്ചേക്കാം. ഒത്തിരി കായുണ്ട് അത്തിയിൽ, നിറച്ച് കായുണ്ട്. ഞാൻ വലയിട്ടേക്കുക, കിളി വന്ന് തിന്നാതിരിക്കാൻ വലയിട്ടേക്കുക. ഇഷ്ടംപോലെ അത്തിക്കായ ഉണ്ടായിട്ടുണ്ട്. കണ്ടാലറിയാം, ഇഷ്ടംപോലെ അത്തിക്കായുണ്ട്. ആരെങ്കിലും വന്നാൽ അത്തിപ്പഴം വേണ്ടുവോളം സമൃദ്ധിയായി കഴിക്കാം. ഞങ്ങൾ അത്തിപ്പഴം കൊണ്ട് അച്ചാറിടും. സൂപ്പർ അച്ചാറാ, വർഷങ്ങളോളം ഇരിക്കും. എല്ലാവർക്കും ഇഷ്ടമാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഇതെൻ്റെ വീടിൻ്റെ ഒരു വശമാണ്. ഇത് 10 മണിച്ചെടി, ശവന്തീനി ചെടി. 10 മണിച്ചെടിയല്ല, ശവന്തീനി ചെടി നാട്ടിൽ പറയും. റോസ. ഇതെൻ്റെ വീടിൻ്റെ മുൻഭാഗമാണ്. ആ മുൻഭാഗത്ത് റോഡ് സൈഡിൽ ഫ്ലവർ ഉണ്ടാകുന്ന ചില ചെടികൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ്. ഇത് രണ്ട് നിറച്ച് പൂക്കൾ റോഡ് സൈഡിൽ നട്ടേക്കുന്നതാണ് ഞാനിത്. ഞാൻ വീട് മേടിച്ച പിന്നെ നട്ടാണ് റോഡ് സൈഡിൽ. ഇതിലെല്ലാം പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഡിഫറൻറ്റ് കളറിലുള്ള പൂക്കളാണുള്ളത്. എല്ലാം പൂത്തില്ല, ചിലത് മാത്രം പൂത്തു. ഈ മരം നിറച്ച് പൂത്തു, നല്ലതുപോലെ പൂത്തു. അടുത്ത അതും നല്ലതുപോലെ പൂത്തു. 8 എണ്ണമുണ്ട്. അത് 8ഉം പൂക്കും. കാണാൻ നല്ല ഭംഗിയാണ്. ഇതെൻ്റെ വീടിൻ്റെ മുൻവശമാണ്. മുൻവശത്തെ ഒരു സൈഡിൽ വേറൊരു സൈസ് ചെമ്പരത്തിപ്പൂ, അതും വലിയ വലിപ്പത്തിൽ തന്നെ വേറൊരു വിധത്തിലുള്ള ചെമ്പരത്തിപ്പൂ, അതുമെല്ലാം വിടർന്ന് നിൽക്കുകയാണ്. വേറെ ചെടികളുണ്ട്. റോസ പൂത്ത് വരുന്നുണ്ട്. തുളസിയുണ്ട്. ഇത് ഞാൻ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന ഫ്ലവറിൻ്റെ അരിയിട്ടുണ്ടായതാ. ഡിഫറെൻറ്റ് കളറുണ്ട് എല്ലാറ്റിനും. ഇതും റോസയാണ്. റോസ. ഇത് വേറൊരു ഫ്ലവർ ഉണ്ടാകുന്ന ചെടി. ഇത് നല്ല മണമുള്ള റോസയാണ്. ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന ആ ചെടിയുടെ വേറൊരു സൈസ് കളർ പൂക്കളാണിത്. ഇത് 10 മണിച്ചെടി. ഇതും ഞാൻ ലണ്ടനിൽ നിന്ന് അരി കൊണ്ടുവന്ന് നട്ട ഫ്ലവറാണ്. ഡിഫറെൻറ്റ് കളറുണ്ട്. ഈ ചെടിക്ക് ഡിഫറെൻറ്റ് കളറുള്ള പൂക്കളുണ്ട്. കോഴിവാലൻ ചെടി, ജമന്തിപ്പൂവ്, നമ്മുടെ നാട്ടിലെ 10 മണിച്ചെടിയാണ്. നല്ല വലിപ്പമുള്ള പൂക്കളുണ്ടായി നിൽക്കുക. 10 മണിച്ചെടിയാണ്. ഇത് വേറൊരു ഫ്ലവർ ഉണ്ടാകുന്നത്. ഇതും 10 മണിച്ചെടിയായി ഇറമ്പി നിൽക്കുന്നത്. ഇത് വേറൊരു ടൈപ്പ്. ഇതും 10 മണിച്ചെടി, ഡിഫറെൻറ്റ് കളറുള്ളത്. ഇത് മുല്ലയാണ്. മുല്ലയിൽ നിറച്ച് പൂക്കളാണ്. വൈകിട്ടാകുമ്പോൾ നിറച്ച് പൂക്കളാണ്. ഇത് വീടിൻ്റെ റൈറ്റ് സൈഡാണ്. ഇതാണ് ഞങ്ങളുടെ വീട്. വീട്ടിൽ എഴുതിയിട്ടുണ്ട് പാസ്റ്റർ എന്നെഴുതിയിട്ടുണ്ട്. വീടിൻ്റെ റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ വീണ്ടും ചെടികളുണ്ട്. 10 മണിച്ചെടി എല്ലാം വെച്ചിട്ടുണ്ട്. ഈ 2 റാന്തലുണ്ട്. ഇത് സോളാർ കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. വൈകിട്ടാകുമ്പോൾ, രാത്രിയാകുമ്പോൾ ഈ 2 ചിമ്മിനിയും കത്തും. സോളാർ കൊണ്ട് നമുക്ക് കറണ്ടൊന്നും ഉപയോഗം വരുന്നില്ല. ഇവിടെയും ഈ റൈറ്റ് സൈഡിലും ഇവിടെയും 2 മുല്ല വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു ഫ്ലവർ. ഇതെല്ലാം തുളസിയാണ്. ഇതും വേറൊരു ഫ്ലവർ. ഇതും ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന അരിയിട്ട് കിളിപ്പിച്ച ചെടികളാണ്. ഇതിന് ഡിഫറെൻറ്റ് കളറുണ്ട്. ഇതും 10 മണിച്ചെടി, വെള്ള കളറ്, ജമന്തി. ഇതും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ്. ഇതിനും ഡിഫറെൻറ്റ് കളറ് ഈ ചെടിക്കകത്തുണ്ട്. ഈ ഫ്ലവറിലുണ്ട്. ഈ ചെടിയിലുണ്ട്. തുളസി. ഇത് സൂര്യകാന്തി ചെടി പൂവായി വരുന്നേ ഉള്ളൂ. ഒരു ചട്ടി തന്നെ 2-3 കളർ ചെടികൾ വെച്ചേക്കുക.
ഇത് നാട്ടിലെ 4 മണി ചെടിയാണ്. 4 മണി ചെടി 4 മണിയാകുമ്പോൾ ഇതെല്ലാം പൂക്കും. ഇത് മറ്റൊരെണ്ണം. ഇതാണ് എൻ്റെ വീടിൻ്റെ പൊതുവേ ഉള്ള ഒരവലോകനം. ഇതാണ് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ പൊതുവെ. മരങ്ങളുണ്ടായിരുന്നു, വലിയ മരങ്ങളായിരുന്നു. അത് വെട്ടി വീണ്ടും പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട്. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ പൊതുവേ ഉള്ള അവലോകനം ഇതാണ്. ദൈവം കൃപ ചെയ്തു, ഇത്രത്തോളം സഹായിച്ചു. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും കർത്താവിന്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.